നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്നതും നമ്മളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്നതും നമ്മളെ എളുപ്പത്തിൽ വീഴ്ത്താൻ കഴിയുന്നതും ആർക്കാണ്? നമ്മുടെ സുഹൃത്തിനാണോ നമ്മുടെ ശത്രുവിനാണോ? പറയൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ ആ ഉത്തരം വന്നിട്ടുണ്ടാവും. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ജീവിതം നമ്മളെ അതിൻ്റേതായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ആ യാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും അല്ലേ? നമ്മുടെ ശത്രു, യെസ്, ശത്രുവാണ്. ശത്രുക്കളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ? ഒരു മനുഷ്യൻ എന്തായാലും ഒരു എതിരാളി, ഒരു പോരാളി ഓപ്പോസിറ്റ് ഉണ്ടാവും, എതിർവശത്തുണ്ടാവും. ഒന്നൊന്നും ആയിരിക്കില്ല, ചിലർക്കൊന്നൊക്കെ കാണും. അപ്പം നമ്മളുള്ളിടത്തോളം കാലം നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എനർജിയും അവിടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പം ശത്രുവിനെ നമ്മൾ ഓർത്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കരുതും അല്ലേ? നമ്മൾ കരുതും അവർ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ഇന്നൊരു കാര്യം ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്, അവരുടെ ഭാഗത്ത് ഇന്ന ഇടപെടലുകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതും, അവരെ നമ്മൾ കരുതിയിരിക്കും. പക്ഷേ ഒരു സുഹൃത്തിനെ നമ്മൾ ഒരിക്കലും, കൂടെ നിൽക്കുന്ന ആത്മമിത്രത്തെ, സുഹൃത്തിനെ, സൗഹൃദങ്ങളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അത്രമേൽ കണക്കിലെടുക്കാറുണ്ടോ? ഇല്ല അല്ലേ? ഒരു ശത്രുവിനെ നമ്മൾ കരുതുമ്പോൾ ഒരു സുഹൃത്തിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, കരുതാറില്ല. അവർ നമ്മളെ ചതിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാറില്ല. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മിക്കവരുടെയും ജീവിതത്തിൽ എടുത്തു നോക്കൂ, ഒരു ശത്രുവിനെ കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ, ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളെക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങൾ ഒരു മിത്രത്തിൽ നിന്നായിരിക്കും. ആത്മമിത്രമോ വളരെ അടുത്ത ബന്ധമോ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അവർക്കാണ് നമ്മളെ ഏറ്റവും നന്നായി അറിയുക. ഞാൻ നേരത്തെ പറഞ്ഞ ആക്കിലസിൻ്റെ ഉപ്പൂറ്റി പോലെ അയാളുടെ തോൽവി എവിടെ സംഭവിക്കുമെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളുടെ തോൽവി എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. കാരണം അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ സന്തത സഹചാരികളാണ്, നമ്മുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും നമ്മുടെ ഉറക്കത്തെക്കുറിച്ചും തമാശയ്ക്ക് നമ്മുടെ മണിച്ചിത്രത്താഴിൽ പറയാറില്ലേ, നിൻ്റെ ഉറക്കത്തിൻ്റെ ദൈർഘ്യം പോലും അളക്കാൻ കഴിയുള്ളവളാണ് ഗംഗാ നാഗവല്ലിയെക്കുറിച്ച് പറയുന്ന പോലെ. നമ്മളെത്ര ഉറങ്ങും, നമ്മളെത്ര കഴിക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ എന്ത്, നമ്മുടെ അനിഷ്ടങ്ങൾ എന്ത്, നമ്മുടെ വീക്ക്നെസ് എന്ത്, നമ്മുടെ സ്ട്രെങ്ത് എന്ത്, നമ്മുടെ ശക്തി എന്ത്, നമ്മുടെ ബലക്കുറവ് എന്ത് എന്ന് നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മളെക്കാൾ നന്നായി മനസ്സിലാക്കി എടുത്തവരായിരിക്കും നമ്മുടെ സൗഹൃദത്തിലുള്ളവർ. സുഹൃത്തുക്കളെല്ലാം മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലൈഫിൽ എന്നെങ്കിലും ഒരു തിരിച്ചടി നേരിട്ടിട്ടുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ വീണു പോയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ വീഴ്ത്തിയിട്ടുള്ളത് നമ്മുടെ ശത്രുക്കളായിരിക്കുകയില്ല. ശത്രുക്കൾ ഉണ്ടാകും, ശത്രുക്കൾ നമുക്ക് പണിയൊക്കെ തന്നിട്ടുണ്ടാവും, ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തന്നിട്ടുള്ളത് നമ്മുടെ ആത്മമിത്രങ്ങളോ, മിത്രങ്ങളായിരുന്നവരോ, അല്ലെങ്കിൽ നമുക്കൊപ്പം സഞ്ചരിച്ചവരോ, നമ്മുടെ സന്തത സഹചാരികളോ, നമ്മളെ എളുപ്പത്തിൽ അടുത്തറിയുന്നവരോ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ?